മതി മതി, ഇവിടെ വരെ പോവുള്ളൂ. വേണേൽ ഇറക്കി നോക്കാം. എന്തിനാ എന്റെ ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയുന്നേ? ആക്സിൽ ഒടിഞ്ഞു പോയാലേ ഇവിടെ കടന്നു പോയുള്ളൂ. ഒക്കെ കയറണേ കൈയും കൊണ്ടുവരുള്ളൂ. അതെ, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ എന്റെ ആശാനെ. ഇത് ഭാസി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോടാ. ആണോ? ആ, എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ? എടാ മരത്തലയാ, നിനക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ ഉണ്ടായി. ഏയ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. നളിനിയേ ആ വന്നെന്ന് തോന്നുന്നു. ആ സ്വീകരണം വിളിക്ക്. ശ്രീധര, ആ വാ വാ. എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോ എന്ന് സംശയം തോന്നി. എന്താ മുന്തിരിങ്ങ? അപ്പൂപ്പ, ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ. സേമിയർ. അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു 7-8 പേര് കാണുമെന്ന്. അസലായി. എങ്കിൽ അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ. അപ്പൂപ്പ അവൻ രഞ്ജിത്ത് മേനോൻ, അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരിക്കടുത്താ. ഓഹോ, ഇതെന്താ? ഇതൊരു ക്യാമറ. അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല. മെഡിസിന് പഠിക്കുന്നത് വീട്ടുകാരുടെ സ്വല്ല കാരണമാണ്. അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി. ഇവൻ ലോപ്പസ്, കൂത്താട്ടുളംകാരനാ, ഗൾഫ് ബേബിയാ. ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവാ. ഇവന്മാര് രണ്ടും അപ്പൂപ്പ. ചെത്തി ചെത്തി. വാ 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 വാ. ആഹാ, ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി 4 പേർക്ക് എന്ത് ചെയ്യും? അത് സാരമില്ല, 4 കെട്ടിലൊക്കെ മാറ്റിക്കളയാ, കൂടുതൽ സ്പേസും കിട്ടും. എന്ത് സ്പേഷ്യസാ. ഒരു ട്രോളി ഇടാം. തുടങ്ങി. അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്കുക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം. അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്കുക, എന്നിട്ട് കുളി. വിശപ്പുണ്ട്. ആ അത് പറ. എങ്കി വാ, ആദ്യം വിശപ്പ് മാറാം. അല്ല ഭാസി, നീയല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാമെന്ന്? കുളിക്കാം. പിന്നെന്താ ഒരു കുളത്തിന്റെ വർത്താനം കേട്ടത്? വർത്താനല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ. ഇല്ല, നീ വാടാ ഇങ്ങോട്ട്. കടലിൽ കുളിക്കല്ലേ വേണ്ടൂ, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ. നടക്കടാ. ടെസ്റ്റ് ട്യൂബ് ശിശു. എന്താടോ ശാരദ വന്നില്ലേ? ഇല്ല, ഡ്രൈവർക്ക് സുഖമില്ല, നേരത്തെ പോയി. അപ്പൊ ഇദ്ദേഹത്തിനോടൊന്ന് കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എത്തി. താനങ്ങ് വലുതായല്ലോ. ഹേ, ആഫ്റ്റർ എ ലോങ് ടൈം. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. ഹലോ. ഇത് ലോപ്പസ്, രഞ്ജിത്ത്, പിന്നെ ഇവൻ എന്റെ പാച്ചു, ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ. ഹലോ. ഹലോ. ഡോക്ടർ രവീന്ദ്രൻ. ഇത് മൂത്ത മോടെ മോള് ഭദ്ര. ഇരിക്കുന്നില്ലേ? ഇല്ല, പോറാമ്പഴത്തേക്ക് ഞാനീ വന്നോളാം. എന്താ അങ്ങനെ? അതല്ല, ഹോസ്പിറ്റലിൽ സ്വല്പം പണിയുണ്ട്. അല്ലെങ്കിൽ തന്നെ തനിക്കുന്ന ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം? മൂപ്പരാദ്യം ഒരു ആശുപത്രി ഉണ്ടാക്കി,
അവിടെ ഇരുന്നുകൊണ്ട് ഒരു മോളെ ഡോക്ടറാക്കി, എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവാക്കി. ഇപ്പൊ എന്താ, ആശുപത്രിയുടെ ഭാരം മുഴുവൻ പിള്ളേരെ രണ്ടിനും തോളിൽ. പുള്ളി സുഖമായിട്ട് പോകും. പോടോ പോടോ, അത് താൻ കൂട്ടിയടിക്കുക. ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെ ഉണ്ട്. ഇല്ലെന്ന് ഇവൻ പറയട്ടെ. എന്തായാലും കുടുംബസമേതം കാശ് കൊയ്യുവാന്ന് ചുരുക്കം. വൈദ്യകുല അമ്മാവൻ കഷ്ടപ്പെടുന്ന തോന്നുന്നു. കളിക്ക്. എന്താടാ നീ കാണിച്ച? അത് അവിടെ വേണ്ട ചീട്ടല്ലേ, ഓർക്കണ്ടേ? ഡോക്ടർ സാർ തന്നില്ലല്ലോ. ഭാസിയുടെ കളി. ഞാനില്ല, സ്കൂട്ടി ചെയ്തു. ഇത്തിരി ജീരകവെള്ളം കുടിച്ചേച്ചു വരട്ടെ. ശരിക്കും കൈമോശമായിരുന്നോ? നേര് പറഞ്ഞാ നല്ല അസല് കയ്യായിരുന്നു. ചിലപ്പോ ലക്കൊണ്ടേല് തൊട്ട കൈക്ക് ഹാൻഡ് റമ്മി അടിക്കാവുന്ന കയ്യ്. സാറയച്ച കത്ത് ഇന്നലെ കിട്ടി. കിട്ടിയായിരുന്നോ? ഇന്നലെയാണ് കിട്ടുന്നത്. ഓ ജീരകവെള്ളം. ചൂട് കൂടുതലാണോ? ഇല്ല. ചൂട് വേണോന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ചൂടാക്കി എടുത്തതാ. ഈ പൊന്നുമായിട്ടും തടിച്ച് ബോറാകാനുള്ള ലക്ഷണമാ അല്ല കുട്ടി? ഏയ് ആണോ? ഇനിയിപ്പോ എന്താ ബോറാകാൻ? അത് കലക്കി. 6 കൊല്ലാവുന്നു. എന്തു പറ്റി ഇത്തവണ എങ്ങനെയൊന്ന് തോന്നാൻ, ഇങ്ങോട്ടൊന്ന് വരാൻ? തന്നെ കാണാൻ. ആശാനെ കിളത്തല്ലേ? കിളത്തല്ല, ഓരോ പുതിയ ഫോട്ടോയും കിട്ടുമ്പോ തോന്നും താൻ പിന്നെയും 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 പിന്നെ മെച്ചമായിട്ട് വരുന്നു. ആഹാ, ആ പ്രായം അതല്ലേ. ദേ വരുന്നു. മാച്ചേ, നിനക്ക് ചീട്ടിടണോ അതോ ഞങ്ങൾ ഒരെണ്ണം കൊണ്ട് കളിക്കട്ടോ? വേണ്ട, ഞാൻ ദാ വരുന്നു.